ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോയ്ക്കൊക്കെ ഒരു കമൻസ് വരുന്നുണ്ടായിരുന്നു. ഉടമ്പടി എപ്പോഴെടുക്കാൻ സാധിക്കും, എന്നൊക്കെയാണ് ഉടമ്പടി ഉള്ളത്, എപ്പോഴാണ് പോകേണ്ടത്, അങ്ങനെയുള്ള 1-2 കമൻസുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് 2 സെക്ഷനായിട്ടുണ്ട്. ഫസ്റ്റ് പുതിയ ഉടമ്പടി എടുക്കുന്നവരും അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കുന്നവർ, രണ്ടും 2 സെക്ഷനിലായിട്ടാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ ഒരു ടോക്കൺ തരും ആദ്യത്തേത്. അപ്പോൾ ആ ടോക്കൺ തരുന്നത് രാവിലെ 5:30 മുതൽ ഉച്ച കഴിഞ്ഞ് 1:45 വരെയാണ്. ആ ടോക്കൺ കൗണ്ടറിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ മതി. പുതിയ ഉടമ്പടി എടുക്കുകയാണെങ്കിൽ പുതിയ ഉടമ്പടിക്കുള്ള ടോക്കണാണെന്ന് പറയണം. ഒരു ഉടമ്പടി പുതുക്കാനാണെങ്കിൽ ഉടമ്പടി പുതുക്കാനുള്ള ടോക്കണാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ 1:45 മുൻപ്, ഉച്ചയ്ക്ക് 1:45 മുൻപ് തന്നെ അവിടെ എത്തണം. അപ്പോൾ രാവിലെ 5:30 തൊട്ട് 1:45 വരെ ഈ ടോക്കൺ സർവീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയി ടോക്കൺ എടുക്കുക. ഈ ഒരു ടൈം സ്ലോട്ടിനുള്ളിൽ പോയി ടോക്കൺ എടുക്കണം. പിന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഉടമ്പടിയുടെ ഒരു സെഷനുണ്ട്, ഒരു ക്ലാസ് പോലെ അവർ സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ആ ഉടമ്പടിയുടെ ആ ഒരു സെഷൻ എന്ന് പറയുന്നത് 3 ടൈം സ്ലോട്ടിലായിട്ടാണുള്ളത്. രാവിലെ 7 മണിക്കും പിന്നെ രാവിലെ 11 മണിക്കും, അത് കഴിഞ്ഞിട്ടുള്ളത് അവസാനത്തെ സെഷൻ ഉച്ച കഴിഞ്ഞ് 2 മണിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ മസ്റ്റായിട്ടും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഈ ക്ലാസ്സിനകത്താണ് അവർ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഉടമ്പടിയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് എല്ലാം ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനമാണ് നമ്മൾ നിയോഗമൊക്കെ സമർപ്പിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള എല്ലാ റൂൾസും പിന്നെ ഉടമ്പടിക്കകത്ത് നമ്മൾ പാലിക്കേണ്ട നിബന്ധനകളും എല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഈ ക്ലാസ്സിനകത്തായിരിക്കും. അപ്പോൾ അവർ പറയുന്ന പോയിൻറ്റ്സൊക്കെ ഒരു പേപ്പർ അവിടെ നിന്ന് തരും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളത് നമ്മുടെ റിയൽ ലൈഫിൽ അത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ക്ലാസ് മിസ് ചെയ്യരുത്. ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നവർ, ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ പോകുന്നവർ ഈ ക്ലാസ് മിസ് ചെയ്യരുത്. ഈ ക്ലാസ്സിനകത്ത് അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ്, നമ്മൾ ആ നിയോഗമൊക്കെ സമർപ്പിക്കുന്നതൊക്കെ ഈ ക്ലാസ് കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യരുത്. അതിൻ്റെ സമയം രാവിലെ 7 മണിക്ക്, പിന്നെ അടുത്തത് രാവിലെ 11 മണിക്ക്, പിന്നെയുള്ളത് ഉച്ചയ്ക്ക് 2 മണിക്ക്. അത്യാവശ്യം നിയർ ബൈ ലൊക്കേഷനിലൊക്കെ ഉള്ളവർ രാവിലത്തേന് ചെന്ന് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് നമുക്ക് നേരത്തെ പോരാൻ പറ്റും. രാവിലെ 7 മണിക്കുള്ളത് ഫോക്കസ് ചെയ്ത് പോയാൽ തിരിച്ച് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റും. അല്ല, കുറച്ചൊക്കെ ഡിസ്റ്റൻസിലുള്ളവരാണെങ്കിൽ 11 മണിയുടേത് ആണ് ഏറ്റവും ബെറ്റർ. 11 മണിക്ക് അകത്ത്, ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് കൃപാസനത്തിൽ എത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ 11 മണിയുടെ ഈ ക്ലാസ്സിനകത്ത് നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരത്തോടു കൂടി ഈ എല്ലാ നിയോഗവും സമർപ്പിച്ച് മാതാവിൻ്റെ ആ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമുക്കൊരു ഈവനിങ്ങോടുകൂടി വൈൻഡപ്പ് ചെയ്ത് പോരാം. ഉച്ച കഴിഞ്ഞതേ ആകുമ്പോൾ ഒത്തിരി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അത് കണക്ക് കൂട്ടിക്കൊണ്ട് വരിക. 11 മണി, ഇത്തിരിയൊക്കെ ദൂരെ നിന്നുള്ളതാണെങ്കിൽ 11 മണിയുടെ സമയത്ത് വരുന്നതായിരിക്കും കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു വൈകുന്നേരത്തോടു കൂടി അത് മൊത്തത്തിൽ തീർത്ത് പോരാൻ സാധിക്കും. പിന്നെ ഉടമ്പടി എടുക്കാനുള്ള ദിവസങ്ങൾ, എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനുള്ള സൗകര്യം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി എടുക്കാനായിട്ട് നമുക്ക് അവിടെ ചെല്ലാൻ സാധിക്കും. അതുപോലെ ഉടമ്പടി പുതുക്കാനും എല്ലാ ദിവസവും അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടാവും. ആ തിരക്ക് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ പോകണം. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ അതുപോലെ രോഗികളായിട്ടുള്ളവരും ഷുഗറിൻ്റെ പ്രശ്നമുള്ളവരും ബിപിയുടെ പ്രശ്നം എല്ലാം ഉള്ളവർ അതനുസരിച്ചിട്ടുള്ള ഫുഡ് കയ്യിൽ കരുതിക്കൊണ്ട് വേണം പോകാൻ. ഇടയ്ക്ക് നമുക്കൊന്ന് ഇറങ്ങി പിന്നെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാനായിട്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഒന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം, നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് എന്തെങ്കിലും അവർക്കുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വേണം നമ്മൾ അകത്ത് കയറാൻ. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല, നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് കഴിഞ്ഞിട്ട് പോകാമെന്ന് നിൽക്കും. നമ്മളിത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നിയോഗം എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പം അതിനിടയ്ക്ക് നമ്മൾ പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് വരിക.
ഉടമ്പടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ, പുതിയതായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായും പോയി ഉടമ്പടി എടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അസറ്റായിരിക്കും, അതൊരു എന്താ പറയുക, ഒരു ഡെപ്പോസിറ്റ് ആയിരിക്കും. അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു ഡെപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ഒരു ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോലെ നല്ലൊരു അനുഭവമായിരിക്കും അത്. ഉടമ്പടി എടുത്ത് തന്നെ ഒരു ഫീല് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. മാതാവിൻ്റെ ആ അനുഗ്രഹവും ആ ഒരു കരുതലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരും സമർപ്പിക്കുന്ന നിയോഗങ്ങളും ഒക്കെ കാണാറുണ്ട്. എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കൊന്ത ചൊല്ലിക്കൊണ്ട് കൊന്തയുടെ ഒരു രഹസ്യത്തിലെ ആ ഒരു എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പ്രാർത്ഥന ഞാൻ ചെല്ലാറുള്ളത്. എല്ലാവരുടെയും ആഗ്രഹങ്ങളിലും അഭ്യർത്ഥനകളിലൊക്കെ മാതാവ് ഇടപെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.